ഞാൻ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് മത്സരരംഗത്തേക്ക് വന്നതെന്ന് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ ജയപ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയാണ് മണ്ഡലത്തിലെ വലിയ വിഭാഗം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ നിലയിൽ തന്നെ ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. എൻ്റെ പുസ്തകത്തിന് നൽകിയ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമായി എന്നതാണ് ഈ വിജയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി എന്നെ പിന്തുണക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിൽ ജനങ്ങൾ എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് എൻ്റെ വിജയം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒട്ടേറെ നേതാക്കന്മാർ, KC വേണുഗോപാൽ ഉൾപ്പെടെ, KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ RSP നേതാവ്, ഇത്തരത്തിലുള്ള ഒട്ടേറെ നേതാക്കൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VM സുധീരൻ പയ്യന്നൂരിൽ വരികയും പൊതുയോഗ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഒട്ടേറെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിലെത്തിച്ചേരുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ നിലയിലേക്ക് ഈ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് സന്നദ്ധമാണ് എന്ന് മാത്രമാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് വോട്ട് ചെയ്ത് ഈ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച പയ്യന്നൂർ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും എൻ്റെ നന്ദി കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് മറുപടി ആർക്കെന്ന് ചോദിച്ചാൽ, ഞാൻ CPM-നകത്ത് ഒരു പോരാട്ടമാണ് നടത്തി പുറത്തു വന്നത്. അപ്പോൾ അത് തിരുത്താൻ ഈ തെറ്റിൽ നിന്ന് തിരുത്തൽ വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാകുന്ന അപജയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയണമെന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള അണികളുടെ ഒരു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ CPM നേതൃത്വം തിരുത്തൽ വരുത്തേണ്ടുന്ന കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് വിധി അവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട കോട്ടകളിൽ പോലും വലിയ ഇടിവാണ് വോട്ടുകൾ സംഭവിച്ചിരിക്കുന്നത്. അല്ല, അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കാത്തതാണ്. പയ്യന്നൂർ അസംബ്ലി മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പിളർന്നതിന് ശേഷം CPM-ൻ്റെ നേതാക്കന്മാരല്ലാതെ മറ്റൊരാളെയും ഇന്നേ വരെ ജയിപ്പിക്കാത്ത മണ്ഡലമാണ്. 1957 തെരഞ്ഞെടുപ്പിൽ VMS-നെ ജയിപ്പിച്ച നീലേശ്വരം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു പയ്യന്നൂർ. അന്ന് നീലേശ്വരം ദയാംഗ മണ്ഡലമായിരുന്നു. അപ്പോൾ കേരളപ്പിറവി മുതൽ ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ജയിപ്പിച്ച ഈ പയ്യന്നൂർ മണ്ഡലം എന്നെ ജയിപ്പിച്ച വോട്ടർമാർക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൂടി അഭിമാനിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വോട്ടിൻ്റെ കണക്കൊക്കെ വിശദമായി പരിശോധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ പഞ്ചായത്തിലും മിക്കവാറും എല്ലാ ബൂത്തുകളിലും വലിയ നിലയിലുള്ള മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കള്ളവോട്ട് LDF വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തിരുന്നുവെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് വസ്തുതയാണ് എന്നത്
നേരത്തെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ ഈ കൗണ്ടിങ്ങിന് ശേഷവും ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കള്ളവോട്ട് ചെയ്തിട്ടും ജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ജനാധിപത്യത്തിൻ്റെ ഒരു സ്വകാര്യതയുണ്ടല്ലോ, ആ സ്വകാര്യതയിലേക്ക് മറ്റുള്ളവർ കടന്നു കയറുന്നത് ശരിയല്ല. അതുകൊണ്ട് ആർക്ക് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ അല്ല, ഒരു കാര്യം ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും തൽക്കാലം പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. UDFൻ്റെ പിന്തുണയോടുകൂടിയാണ് ഞാൻ ജയിച്ചത് എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു നിലപാട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരായ നിരവധി ആളുകളുടെ വോട്ട് കൂടി എനിക്ക് ഈ വിജയത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതും നമുക്കെല്ലാം ബോധ്യമുണ്ടാകേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു കാര്യവും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. വിശദമായി നമുക്ക് പരിശോധിച്ചതിന് ശേഷം പിന്നീട് പറയാം. അതൊക്കെ പറയേണ്ട ഒരു സന്ദർഭം അല്ല ഇത്.